ഇവിടെ നമ്മൾ റൂൾ 81 പഠിക്കുന്നത്. എന്താണ്? പ്രൊസീജിയർ ഇൻ അറ്റാച്ച്മെന്റ് ആൻഡ് സെയിൽ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. അതായത് സ്ഥാവര വസ്തുക്കളുടെ ജപ്തിയും അതിന്റെ വിൽപ്പനയെ കുറിച്ച് പറയുന്ന റൂളാണ് ഏത്? റൂള് 81. അതായത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ അറ്റാച്ച്മെന്റും അതിന്റെ സെയിലുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിപാദിക്കുന്ന റൂളാണ് ഏത്? റൂള് 81. ഒരിക്കൽ പരീക്ഷയ്ക്ക് ഈ 2 റൂളും ചോദിച്ചു, 76 ചോദിച്ചു. റൂൾ ഫോർ സീഷർ ആൻഡ് സെയിൽ ഓഫ് മൂവബിൾ പ്രോപ്പർട്ടിയും ചോദിച്ചു. അതുപോലെ തന്നെ പ്രൊസീജിയർ ഫോർ അറ്റാച്ച്മെന്റ് ആൻഡ് സെയിൽ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി 2 റൂളും ചോദിച്ചു. റൂൾ 76 റൂൾ 81 വ്യക്തമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കണം. ഓക്കെ, അതിൽ ആദ്യം പറയുന്നുണ്ട്, ഇൻ ദ അറ്റാച്ച്മെന്റ് ആൻഡ് സെയിൽ ഓർ സെയിൽ വിത്തൗട്ട് അറ്റാച്ച്മെന്റ്. ഇൻ ദ അറ്റാച്ച്മെന്റ് ആൻഡ് സെയിൽ, ജപ്തിയും വിൽപ്പനയും, അല്ലെങ്കിൽ വിൽപ്പന വിത്തൗട്ട് അറ്റാച്ച്മെന്റ്, ജപ്തി ചെയ്യാതെയും വിൽക്കാം. അപ്പൊ 2 രീതിയിൽ വിൽക്കാം. 1 ജപ്തി ചെയ്തു വിൽക്കാം, 2 ജപ്തി ചെയ്യാതെയും വിൽക്കാം. ഓക്കെ, എന്താണ്? ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ദ ഫോളോയിങ് റൂൾ ഷാൾ ബി ഒബ്സർവ്ഡ്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ജപ്തി ചെയ്ത് വിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ജപ്തി ചെയ്യാതെ വിൽക്കുമ്പോഴോ താഴെ പറയുന്ന പ്രൊസീജിയർ, നടപടിക്രമങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? പാലിച്ചിരിക്കേണ്ടത്. നോക്കിക്കേ എന്തൊക്കെയാ പറഞ്ഞത്. അതിൽ ആദ്യം ക്ലോസ് എ, the application presented under sub rule 2 of rule 74. റൂള് 74 സബ് റൂള് 2 പ്രകാരം അപേക്ഷ കൊടുക്കുമ്പോൾ ഷാൾ കണ്ടെയ്ൻ, ആർക്കാ അപേക്ഷ കൊടുക്കുന്നത്? രജിസ്ട്രാർക്കാ കൊടുക്കുന്നത്. ഷാൾ കണ്ടെയ്ൻ എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ടു ബി പ്രൊസീഡഡ് അഗെയിൻസ്റ്റ്. അതായത് ഒരു സംഘം ഏത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വിൽക്കാനാണോ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ജപ്തി ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഉദ്ദേശിക്കുന്നത്, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് രജിസ്ട്രാർക്ക് കൊടുക്കുമ്പോൾ ആ പ്രോപ്പർട്ടിയുടെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവണം. ഓക്കെ, അത് എന്തൊക്കെ വേണം? 1 ഐഡന്റിഫിക്കേഷൻ കാണിക്കണം അതിനകത്ത്, പ്രോപ്പർട്ടിയെ സംബന്ധിക്കുന്ന ഐഡന്റിഫിക്കേഷൻ, അതിന്റെ അതിരുകൾ 4 ദിക്കുണ്ടല്ലോ, അതിരുകൾ കൃത്യമായിട്ട് പറയണം. 2 സ്പെസിഫൈയിങ് ദ ബൗണ്ടറീസ്. 3 സർവേ നമ്പർ പറയണം. ഓക്കെ, ആൻഡ് ദ ഡിഫോൾട്ടേഴ്സ് ഷെയർ ഓർ ഇൻട്രസ്റ്റ് ഇൻ സച്ച് പ്രോപ്പർട്ടി to the best of the belief and knowledge of the decree holder. decree holder ആരാ? സംഘമാണ്. അപ്പൊ സംഘത്തിന് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ ആ പ്രോപ്പർട്ടിന്മേൽ ഡിഫോൾട്ടർക്കുള്ള അവകാശം എത്രയാണ്, അതും ഈ പറഞ്ഞ പോലെ ആരെ അറിയിക്കണം? അപേക്ഷ കൊടുക്കുമ്പോൾ, വിധിയുടെ നടപ്പിലാക്കലുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപേക്ഷ കൊടുക്കുമ്പോൾ ആർക്ക് കൊടുക്കണം? രജിസ്ട്രാർക്ക് കൊടുക്കണം. ഓക്കെ, ആൻഡ് സോ ഫാർ ആസ് ഹി ഹാസ് ബീൻ ഏബിൾ ടു അസർട്ടൈൻ ഇറ്റ്. കഴിയുമെങ്കിൽ അയാളുടെ ഡിഗ്രി ഹോൾഡറുടെ കാഴ്ചപ്പാടിൽ അതിന് എത്ര മൂല്യമുണ്ട്, അങ്ങനെയുള്ള ഒരു അസർട്ടൈൻമെന്റ്, ഒരു വിലയിരുത്തൽ കൂടെ ഈ ഡിഫോൾട്ടറുടെ പ്രോപ്പർട്ടിയെ സംബന്ധിച്ച് നടത്തിയിട്ട് വേണം ഒരു പിക്ചർ ആർക്ക് കൊടുക്കാൻ? രജിസ്ട്രാർക്ക് കൊടുക്കാൻ. Okay, the application presented under sub rule 2 of rule 74 shall contain a description of an immovable property to be proceeded against, sufficient for its identification, specifying the boundaries, survey number, etc., and the defaulter's share or interest in such a property to the best of the belief and knowledge of the decree holder, and so far as he has been able to ascertain it. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. 2 ബി, ക്ലോസ് ബിയിൽ പറയുന്നുണ്ട്, ദ ഡിമാൻഡ് നോട്ടീസ് ഇഷ്യൂഡ് അണ്ടർ സബ് റൂൾ 3 ഓഫ് റൂൾ 74. റൂൾ 74 സബ് റൂൾ 3 അനുസരിച്ച് തയ്യാറാക്കുന്ന ഡിമാൻഡ് നോട്ടീസിൽ ഷാൾ കണ്ടെയ്ൻ ദ നെയിം ഓഫ് ദ ഡിഫോൾട്ടർ. എന്തുണ്ടാവും? ഡിഫോൾട്ടറുടെ പേരുണ്ടാവും. ദ എമൗണ്ട് ഡ്യൂ, അയാൾ അടക്കാനുള്ള തുകയുണ്ടാവും. ഇൻക്ലൂഡിങ് ദ എക്സ്പെൻസസ് ഈഫ് എനി. ഇതിന്റെ ഈ പറഞ്ഞ പോലെ പ്രോപ്പർട്ടിയുടെ അറ്റാച്ച്മെന്റ് ആൻഡ് സെയിലുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെലവാണോ ഉണ്ടായിട്ടുള്ളത് ആ ഡീറ്റെയിൽസ് ഉണ്ടാവും. ആൻഡ് ബാറ്റ ടു ബി പെയ്ഡ്. ബത്ത പൊതുവെ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നതാണ്. ഈ പറഞ്ഞ പോലെ ട്രാവലിംഗ് ബത്തയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അഡീഷണൽ ചാർജുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ടു ദ പേഴ്സൺ ഹൂ ഷാൾ സെർവ് ദ ഡിമാൻഡ് നോട്ടീസ്. ഇത് ആർക്കാ കൊടുക്കുന്നത്? ബത്ത് ആർക്കാ കൊടുക്കേണ്ടത്? ഹൂ ഷാൾ സെർവ് ദ ഡിമാൻഡ് നോട്ടീസ്. ആരാണോ ഡിമാൻഡ് നോട്ടീസ് സെർവ് ചെയ്യുന്നത് അയാൾക്ക് എന്ത് കൊടുക്കണം? ബാറ്റ കൊടുക്കണം. പ്രത്യേകിച്ച് ആരായിരിക്കും? സെയിൽ ഓഫീസർ ആയിരിക്കും. ദ ടൈം അലോഡ് ഫോർ റീപേയ്മെന്റ്
and in case of non-payment the particulars of the property to be attached. അതായത് എത്ര സമയമാണ് റീപേയ്മെന്റ് ഈ തുക അടക്കുവാൻ വേണ്ടി കൊടുക്കുന്നത്. ഇനി തുക അടച്ചില്ല എങ്കിൽ എന്താണ് ഈ പ്രോപ്പർട്ടി ഏതൊക്കെ പ്രോപ്പർട്ടീസ് ആണ് അറ്റാച്ച് ചെയ്യുന്നത് ആൻഡ് സോൾഡ് ഓർ സോൾഡ് വിത്തൗട്ട് അറ്റാച്ച്മെന്റ് ആസ് കേസ് മേ ബി. ഞാൻ പറഞ്ഞല്ലോ രണ്ട് രീതിയിൽ വിൽക്കാം. ഒന്ന് ജപ്തി ചെയ്ത് വിൽക്കാം, രണ്ട് ജപ്തി ചെയ്യാതെയും വിൽക്കാം. This demand notice shall be served on the defaulter in the manner provided in this rule. ഈ ഡിമാൻഡ് നോട്ടീസ് ആർക്കാ സെർവ് ചെയ്യേണ്ടത്? ഡിഫോൾട്ടർക്ക് കൊടുക്കണം. ആ ഡിഫോൾട്ടർക്ക് കൊടുക്കേണ്ട രീതി ഈ റൂളിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഡിമാൻഡ് നോട്ടീസിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കണം. എത്ര രൂപ ഇതുവരെ എത്ര രൂപ അടച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള ഇതുവരെ ഉണ്ടായ ചെലവുകൾ, ആർക്കൊക്കെ ബാറ്റ കൊടുക്കണം, ആ എമൗണ്ട്, ഇങ്ങനെയുള്ള വ്യക്തമായ വിവരങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരിക്കണം, ഡിമാൻഡ് നോട്ടീസിൽ ഉണ്ടാവണം. ഇങ്ങനെ വീഴ്ചവര് ഇത്ര സമയത്തിൽ നിന്ന് തിരിച്ചടക്കണം, ഇനി തിരിച്ചടക്കാത്ത പക്ഷം ഏതൊക്കെ പ്രോപ്പർട്ടീസ് ആണ് അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അറ്റാച്ച്മെന്റ് രണ്ടിൽ നിന്ന് പറഞ്ഞു, സെയിൽ വിത്തൗട്ട് അറ്റാച്ച്മെന്റും അറ്റാച്ച്മെന്റ് ആൻഡ് സെയിലും. ആ രീതിയിൽ എന്ത് ചെയ്യാം, ജപ്തി ചെയ്തായിരിക്കും വിൽക്കാം, ജപ്തി ചെയ്യാതെയും വിൽക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിശദമായ വിവരങ്ങൾ ഡിഫോൾട്ടർക്ക് സെർവ് ചെയ്യുന്ന എന്തിലുണ്ടാവണം, ഡിമാൻഡ് നോട്ടീസിൽ ഉണ്ടാവണം, റൂള് 81 അനുസരിച്ച്. ദെൻ പറയുന്നുണ്ട് പ്രൊവൈഡഡ്, എന്നാൽ where the registrar is satisfied that a defaulter with intent to defeat or delay the execution proceedings. നമ്മള് കണ്ടീഷണൽ അറ്റാച്ച്മെന്റ് എന്ന് പറയും, സെക്ഷൻ 78. ഓക്കെ, കണ്ടീഷണൽ അറ്റാച്ച്മെന്റ് റൂള് 93 പഠിക്കും നമ്മൾ. അതിൽ പറയുന്ന ഇതാണ്, എന്താണ്, where the registrar is satisfied that, രജിസ്ട്രാർക്ക് ബോധ്യപ്പെടുകയാണ്, the defaulter വീഴ്ച വരുത്തിയ വ്യക്തി with intent to defeat or delay the execution proceedings, എക്സിക്യൂഷൻ നടപടികൾ ഡിലേ ചെയ്യിപ്പിക്കാൻ, വൈകിപ്പിക്കാനോ, ഡിഫീറ്റ് ചെയ്യാനോ, പരാജയപ്പെടുത്താനോ സാധ്യതയുണ്ട് എന്ന് ആർക്ക് ബോധ്യപ്പെട്ടാൽ, രജിസ്ട്രാർക്ക് ബോധ്യപ്പെട്ടാൽ. അതുപോലെ തന്നെ ഈസ് അബൌട്ട് ടു ഡിസ്പോസ് ഓഫ് ദ ഹോൾ ഓർ എനി പാർട്ട് ഓഫ് ഹിസ് പ്രോപ്പർട്ടി, ആ ഫസ്റ്റ് ചാർജ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട പ്രോപ്പർട്ടി പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ അവിടെ നിന്ന് മാറ്റാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിന്റെ അധികാരം ട്രാൻസ്ഫർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് രജിസ്ട്രാർക്ക് ബോധ്യപ്പെട്ടാൽ, the property of the defaulter shall be attached forthwith. ഈ പറഞ്ഞ പോലെ കൃത്യമായ നോട്ടീസ് കൊടുക്കാതെയും പ്രോപ്പർട്ടി എന്ത് ചെയ്യാം, അറ്റാച്ച് ചെയ്യാം. ഇതിനെയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത്, കണ്ടീഷണൽ അറ്റാച്ച്മെന്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. സെക്ഷൻ 78 നമ്മൾ പഠിച്ചതാണ് കണ്ടീഷണൽ അറ്റാച്ച്മെന്റ്. അറ്റാച്ച്മെന്റ് ഓഫ് പ്രോപ്പർട്ടി ബിഫോർ അവാർഡ് ഓർ ഓർഡർ. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ പോലെ വിധിയുടെ നടപ്പിലാക്കൽ ബോധപൂർവം വൈകിപ്പിക്കാനോ, തടസ്സപ്പെടുത്താനോ, പരാജയപ്പെടുത്താനോ സാധ്യത ഉണ്ടെന്നോ, ദെൻ അറ്റാച്ച് ചെയ്യപ്പെട്ട പ്രോപ്പർട്ടി ആ ഒരു അധീനതയിൽ നിന്ന് എടുത്തു മാറ്റാനോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാനോ സാധ്യതയുണ്ടെന്ന് രജിസ്ട്രാർക്ക് ബോധ്യപ്പെടുന്ന പക്ഷം ഈ പ്രോപ്പർട്ടി എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ ഈ പണം അടയ്ക്കാനുള്ള സമയപരിധി ഒന്നും കൊടുക്കേണ്ടതായുള്ള ഒരു ആവശ്യമില്ല, അല്ലാതെ തന്നെയും പ്രോപ്പർട്ടി എന്ത് ചെയ്യാം, അറ്റാച്ച് ചെയ്യാം. ഓക്കെ, ദെൻ ക്ലോസ് സി പറയുന്നുണ്ട്, if the defaulter fails to pay the amount specified in the demand notice within the time stipulated therein. ഡിമാൻഡ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ ഡിഫോൾട്ടർ പണം അടച്ചില്ല എങ്കിൽ the sale officer shall proceed to attach and sell or sell without attachment as the case may be immovable property noted in the application for execution in the following manner. സെയിൽ ഓഫീസർ എന്ത് ചെയ്യും, ആ പ്രോപ്പർട്ടി ഡിമാൻഡ് നോട്ടീസിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടി ജപ്തി ചെയ്ത് വിൽക്കുകയോ ജപ്തി ചെയ്യാതെ വിൽക്കുകയോ ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആര് സ്വീകരിക്കും? സെയിൽ ഓഫീസർ സ്വീകരിക്കും. ഓക്കെ, അപ്പം പണം അടക്കാനുള്ള സമയപരിധി കൊടുത്തു, എന്നിട്ടും പണം അടച്ചില്ല എങ്കിൽ ഡിമാൻഡ് നോട്ടീസിൽ പരാമർശിച്ചിട്ടുള്ള പ്രോപ്പർട്ടി ഒന്നുകിൽ ജപ്തി ചെയ്ത് വിൽക്കാം, അല്ലെങ്കിൽ ജപ്തി ചെയ്യാതെ വിൽക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആര് സ്വീകരിക്കും? സെയിൽ ഓഫീസർ സ്വീകരിക്കും. ഏത് ക്ലോസ് പ്രകാരം? ക്ലോസ് സി പ്രകാരം. അടുത്ത ക്ലോസ് ഡി പറയുന്നുണ്ട്, where the attachment is required before sale. വിൽപ്പന നടത്തുന്നതിന് മുമ്പ് അറ്റാച്ച്മെന്റ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ the officer shall cause a notice of attachment to be served on the defaulter as laid down in rule 76(1). റൂള് 76(1) പറയുന്ന രീതിക്ക് അനുസരിച്ച് ഒരു നോട്ടീസ് ആർക്ക് കൊടുക്കും? ഡിഫോൾട്ടർക്ക് കൊടുക്കും.
എന്താണ് അറ്റാച്ച്മെന്റ് ജപ്തി ആവശ്യമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? റൂള് 76 സബ് റൂള് 1 പറയുന്ന രീതിക്ക് അനുസരിച്ച് ഒരു നോട്ടീസ് ഡിഫോൾട്ടർക്ക് സെർവ് ചെയ്യും. A copy of the attachment notice shall also be affixed in some conspicuous part of the defaulter last known place of abode. Abode എന്ന് പറയുന്നത് വാസസ്ഥലം എന്നാണ്. abode അതായത് ഈ നോട്ടീസിന്റെ ഈ അറ്റാച്ച്മെന്റ് നോട്ടീസിന്റെ ഒരു കോപ്പി ഈ ഡിഫോൾട്ടർ എവിടെയാണോ അവസാനം താമസിച്ചിരുന്നത് അവിടെ എന്ത് ചെയ്യും? കോൺസ്പീഷ്യസ് പാർട്ടിൽ മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അഫിക്സ് ചെയ്യും. പറയുന്നുണ്ട് the notice shall specify the amount due with interest. നോട്ടീസിൽ എന്തൊക്കെ പറയും? the amount due with interest, അയാൾ അടക്കാനുള്ള തുക പലിശ സഹിതം, കോസ്റ്റ് എക്സെട്ര, ഇതുവരെ ഉണ്ടായ ചെലവുകള്, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിശദമായ വിവരങ്ങൾ ആ നോട്ടീസിൽ ഉണ്ടാവും. and shall set forth that unless the whole amount inclusive of interest, cost etc be paid within the date therein mentioned, the immovable property concerned will be brought to sale. അതുകൂടാതെ ഒരു അറിയിപ്പും കൂടെ ഉണ്ടാവും. ആ നോട്ടീസിൽ പറഞ്ഞ സമയത്തിനുള്ളിൽ അതിൽ പറഞ്ഞിരിക്കുന്ന തുകയും അതിന്റെ പലിശയും അതിന്റെ ചെലവും പരിപൂർണമായിട്ട് അടച്ചില്ല എങ്കിൽ ഈ പ്രോപ്പർട്ടി എന്ത് ചെയ്യും? പ്രോപ്പർട്ടി കൺസേൺ വിൽ ബി ബ്രോട്ട് ടു സെയിൽ. അത് വിൽപ്പനക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരും, അത് വിൽപ്പനക്ക് എടുക്കും എന്നുള്ള കാര്യം ആ നോട്ടീസിലൂടെ ആ ഡിഫോൾട്ടറെ അറിയിക്കണം. പറയുന്നുണ്ട് a copy of the notice shall be sent to the decree holder. ഈ നോട്ടീസിന്റെ പകർപ്പ് ഡിക്രി ഹോൾഡർക്ക് അയച്ചു കൊടുക്കും. ആരാ ഡിക്രി ഹോൾഡർ? സംഘമാണ്, കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് വിധി സമ്പാദിച്ചു വെച്ചിരിക്കുന്നത്. അയാൾക്കും അയച്ചു കൊടുക്കും. അയാൾക്കല്ല, ആ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കും ഈ വിധിയുടെ പകർപ്പ് അയച്ചു കൊടുക്കും. ഈ നോട്ടീസിന്റെ എ കോപ്പി ഓഫ് ദ നോട്ടീസ്, ഈ അറ്റാച്ച്മെന്റ് നോട്ടീസിന്റെ പകർപ്പ് അയച്ചു കൊടുക്കും. The notice of the attachment shall be published in the concerned village and society offices. ഇത് മാത്രമല്ല, ആ അറ്റാച്ച്മെന്റ് നോട്ടീസിന്റെ കോപ്പി ആ പ്രോപ്പർട്ടി സിറ്റുവേറ്റ് ചെയ്യുന്ന വില്ലേജ് ഓഫീസിലും സൊസൈറ്റിയുടെ ഓഫീസിലും എന്ത് ചെയ്യും? പ്രസിദ്ധപ്പെടുത്തും. And also by beat to dumped up if found necessary under unavoidable circumstances. ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ, ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ എന്ത് ചെയ്യാം? ബൈ ബീറ്റിംഗ് ഡംഡം, ചെണ്ട കൊട്ടി മറ്റുള്ളവരെ ഈ കാര്യം, അറ്റാച്ച്മെന്റ് കാര്യം അറിയിക്കുകയും ചെയ്യും. ഇപ്പം പുതുതായിട്ട് ചെണ്ട കൊട്ടി അറിയിക്കുന്നതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതാണ് പറഞ്ഞത്. അൺഅവോയ്ഡബിൾ സർക്കംസ്റ്റാൻസസ് ആണെങ്കിൽ, ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ബൈ ബീറ്റിംഗ് ഡംഡം, ചെണ്ട കൊട്ടി മറ്റുള്ളവരെ അറിയിച്ചു വേണം എന്ത് ചെയ്യാൻ? ഈ ജപ്തി നടപടികൾ കൈക്കൊള്ളാൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ക്ലോസിൽ പറയുന്നത്. അടുത്തത് proclamation of sale shall be published by affixing a notice in the office of the registrar. അതായത് വിൽപ്പനയുടെ വിളംബരം, പ്രൊക്ലമേഷൻ, അറിയിപ്പ് എങ്ങനെയാണ്? shall be published by affixing a notice in the offices of the registrar. രജിസ്ട്രാർ ഓഫീസിൽ എന്ത് ചെയ്യണം? വിൽപ്പന ഈ നോട്ടീസ് ഓഫ് പ്രൊക്ലമേഷൻ, സെയിൽ പ്രൊക്ലമേഷൻ എന്ത് ചെയ്യണം? അഫിക്സ് ചെയ്യണം, ഒട്ടിക്കണം. രജിസ്ട്രാർ ഓഫീസിന്റെ നോട്ടീസ് ബോർഡിൽ ഒട്ടിക്കണം. ദ തഹസീൽദാർ ഓഫീസിന്റെ നോട്ടീസ് ബോർഡിൽ ഒട്ടിക്കണം. ആൻഡ് ഓഫ് ദ സൊസൈറ്റി. വിൽപ്പനയെ സംബന്ധിക്കുന്ന നോട്ടീസ് എവിടേക്ക് ഒട്ടിക്കണം? ഒട്ടിക്കേണ്ടത് എവിടെയാണ്? രജിസ്ട്രാർ ഓഫീസിൽ അഫിക്സ് ചെയ്യണം, തഹസീൽദാർ ഓഫീസിൽ അഫിക്സ് ചെയ്യണം, അതുപോലെ തന്നെ സൊസൈറ്റിയുടെ ഓഫീസിലും എന്ത് ചെയ്യണം? നോട്ടീസ് ബോർഡിൽ ഒട്ടിക്കേണ്ടതാണ്. അറ്റ്ലീസ്റ്റ് 30 days ബിഫോർ ദ ഡേറ്റ് ഫിക്സഡ് ഫോർ ദ സെയിൽ. എപ്പോഴാണ് ഒട്ടിക്കേണ്ടത്? ചുരുങ്ങിയത് സെയിൽ നടക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുള്ള ദിവസത്തിന് 30 ദിവസം മുമ്പെങ്കിലും എന്ത് ചെയ്യണം? ഈ അറിയിപ്പ് നൽകിയിരിക്കണം. സെയിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്, ആ ഡേറ്റിന് 30 ദിവസം മുമ്പെങ്കിലും ഈ വിൽപ്പനയെ സംബന്ധിക്കുന്ന നോട്ടീസ് എന്ത് ചെയ്യണം? ഈ രജിസ്ട്രാർ ഓഫീസിലും തഹസീൽദാർ ഓഫീസിലും അതുപോലെ തന്നെ സംഘത്തിന്റെ ഓഫീസിലും പ്രസിദ്ധപ്പെടുത്തിയിരിക്കണം. And also by the beat of dum-dum in the village on 2 consecutive days previous to the date of sale. വിൽപ്പന നടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള 2 ദിവസം എന്ത് ചെയ്യണം? ഈ പ്രോപ്പർട്ടി എവിടെയാണോ സിറ്റുവേറ്റ് ചെയ്യുന്നത് ആ വില്ലേജിൽ എന്താണ്? മറ്റുള്ളവരെ വിൽപ്പന നടക്കുന്ന വിവരം ചെണ്ട കൊട്ടി അറിയിക്കണമെന്നാണ്. എത്ര ദിവസം? 2 ദിവസം. And on the date of sale prior to the commencement of the sale ഈ ഫൗണ്ട് നെസസറി അണ്ടർ അൺഅവോയ്ഡബിൾ സർക്കംസ്റ്റാൻസസ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഡംഡം ചെണ്ടകൊട്ടി അറിയിക്കേണ്ടത് ഒഴിവാക്കാൻ പറ്റാവുന്ന സാഹചര്യമാണെങ്കിൽ മാത്രമാണ്.
അപ്പൊ 2 ദിവസം മുമ്പ് അറിയിക്കണം. അതുപോലെ തന്നെ എന്താണ്, ആൻഡ് ഓൺ ദ ഡേറ്റ് ഓഫ് സെയിൽ പ്രയർ ടു ദ കമൻസ്മെന്റ് ഓഫ് ദ സെയിൽ, വിൽപ്പന നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടും ചെണ്ട കൊട്ടി വിൽപ്പന നടക്കുന്ന വിവരം മറ്റുള്ളവർ എന്ത് ചെയ്യണം, അറിയിക്കണം. ഓക്കെ. നോട്ടീസ് ഷാൾ ഓൾസോ ബി ഗിവൺ ടു ദ ഡിക്രി ഹോൾഡർ ആൻഡ് ദ ഡിഫോൾട്ടർ. വിൽപ്പന നടക്കുന്ന കാര്യത്തെ സംബന്ധിക്കുന്ന നോട്ടീസ് ഡിക്രി ഹോൾഡർക്കും കൊടുക്കണം. അതുപോലെ തന്നെ ആ ഡിഫോൾട്ടർ, ആരുടെ പ്രോപ്പർട്ടി ആണോ വിൽക്കുന്നത് ആ വ്യക്തിക്ക് നൽകണം. ഇറ്റ് ഷാൾ സ്പെസിഫൈ ദ ഡേറ്റ്, ടൈം ആൻഡ് പ്ലേസ് ഓഫ് സെയിൽ. ആ ഡിക്രി ഹോൾഡർക്കോ അല്ലെങ്കിൽ ഡിഫോൾട്ടർക്കോ കൊടുക്കുന്ന നോട്ടീസിൽ എന്തൊക്കെ വിവരങ്ങൾ ഉണ്ടാവണം? ഷാൾ സ്പെസിഫൈ ദ ഡേറ്റ്, ഏത് ഡേറ്റില് ഏതു സമയത്ത് എവിടെ വെച്ചിട്ടാണ്, ഡേറ്റ്, ടൈം ആൻഡ് പ്ലേസ് ഓഫ് സെയിൽ, വിൽപ്പന നടക്കുന്നത്, ആ കാര്യം ആ നോട്ടീസിൽ വ്യക്തമായിട്ടുണ്ടാവണം. ആൻഡ് സ്പെസിഫൈ ആസ് ഫെയർലി ആൻഡ് അക്യുറേറ്റ്ലി ആസ് പോസിബിൾ. അതുകൂടാതെ വ്യക്തമായിട്ട് ആ നോട്ടീസിൽ പറയേണ്ട കാര്യം കൂടിയുണ്ട്. ഒന്ന്, ദ പ്രോപ്പർട്ടി ടു ബി സോൾഡ്. ആ പ്രോപ്പർട്ടിയെ സംബന്ധിക്കുന്ന, വിൽക്കുന്ന പ്രോപ്പർട്ടിയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ വ്യക്തമായിട്ട്, അക്യുറേറ്റ് ആയിട്ട്, ഫെയർ ആയിട്ട് അതെന്ത് ചെയ്യണം, സ്പെസിഫൈ ചെയ്യണം. 2, എനി എൻകംബ്രൻസ് ടു വിച്ച് ദ പ്രോപ്പർട്ടി ഈസ് ലയബിൾ. ആ പ്രോപ്പർട്ടിന്മേൽ ഏതെങ്കിലും എൻകംബ്രൻസ്, ബാധ്യതകൾ ഉണ്ടെങ്കിൽ ആ വിവരം. 3, the amount for the recovery of which sale is ordered. എത്ര എമൗണ്ട് കിട്ടുവാൻ വേണ്ടിയിട്ടാണ്, തിരിച്ചു പിടിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ സെയിൽ നടത്തുന്നത്, അതിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ഉണ്ടാവണം. 4, every other matter which the sale officer considers material for a purchaser to know in order to judge the nature and value of the property. ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ അല്ലെങ്കിൽ നേച്ചർ ഇത് പർച്ചേസർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ എന്തൊക്കെ ഇൻഫർമേഷൻ ആണോ ആവശ്യമായിട്ടുള്ളത് എന്ന് സെയിൽ ഓഫീസർക്ക് ബോധ്യപ്പെടുന്നത്, ആ വിവരങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് ആ നോട്ടീസിൽ കാണിച്ചിരിക്കണം. ഓക്കെ. ദെൻ അത് മാത്രമല്ല, 4 പറഞ്ഞു. അടുത്തത് ക്ലോസ് F പറയുന്നുണ്ട്, when any immovable property is sold under this rule, the sale shall subject to the prior encumbrance on the property if any. ഇതാണ് when any immovable property is sold under this rule. ഈ റൂള് പ്രകാരം ഏതെങ്കിലും ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വിൽക്കുന്നുണ്ടെങ്കിൽ ഷാൾ സബ്ജക്ട് ടു ദ പ്രയർ എൻകംബ്രൻസ് ഓൺ ദ പ്രോപ്പർട്ടി ഇഫ് എനി. അത് ആ പ്രോപ്പർട്ടിന്മേൽ മുൻ ബാധ്യതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വിധേയമായിട്ടായിരിക്കും വിൽപ്പന നടത്തുന്നത്. The decree holder shall, when the amount for the realization of which the sale is held exceed ₹100, ഈ ഡിക്രി ഹോൾഡർ 100 രൂപയിൽ കൂടുതൽ തുക വരുന്ന, അല്ലെങ്കിൽ 100 രൂപയിൽ കൂടുതൽ തുക വരുന്ന ഒരു സെയിലാണ് നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നതെങ്കിൽ, okay, the decree holder shall, when the amount for the realization of which the sale is held exceed ₹100, 100 രൂപയിൽ കൂടുതൽ റിയലൈസ് ചെയ്യുന്ന ഒരു വിൽപ്പനയാണ് ഡിക്രി ഹോൾഡർ ഉദ്ദേശിക്കുന്നതെങ്കിൽ, furnish to the sale officer within such a time as may be fixed by him or the registrar an encumbrance certificate from the registration department for a period not less than 12 years prior to the date of attachment of the property sought to be sold. എന്നാണോ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യുന്നത് ആ അറ്റാച്ച്മെന്റ് ഡേറ്റിന് മുമ്പുള്ള 13 വർഷത്തെ ബാധ്യതാ സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഹാജരാക്കണം. അതുപോലെ തന്നെ ഓർ ഇൻ കേസസ് ഫെയിലിംഗ് അണ്ടർ ദ പ്രൊവിസോ ടു ക്ലോസ് 3 ഓഫ് റൂൾ 80, റൂൾ 80 സബ് റൂൾ 3ന്റെ സബ് റൂൾ 3ന്റെ പ്രൊവിസോ അനുസരിച്ച് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫോർ എക്സിക്യൂഷൻ, ഓക്കെ, പ്രയർ ടു ദ ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫോർ എക്സിക്യൂഷൻ, ഏത് ഡേറ്റിലാണ് എക്സിക്യൂഷൻ നടപടികൾ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് രജിസ്ട്രാർക്ക് ഡിക്രി ഹോൾഡർ അപേക്ഷ കൊടുക്കുന്നത് ആ ഡേറ്റ് വരെയുള്ള ബാധ്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അപ്പൊ 100 രൂപയിൽ കൂടുതലുള്ള ഒരു എമൗണ്ട് ആണ് സെയിലിലൂടെ റിയലൈസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതെങ്കിൽ ചുരുങ്ങിയത് 13 വർഷത്തെ ബാധ്യതാ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, ഹാജരാക്കണം. Okay, the time for production of encumbrance certificate may be extended at the discretion of the sale officer or by the registrar. ബാധ്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുള്ള സമയം എന്ത് ചെയ്യാം, നീട്ടിക്കൊടുക്കാം.
ആരുടെ ഒപ്പീനിയൻ അനുസരിച്ച്? രജിസ്ട്രാറുടെയും അല്ലെങ്കിൽ സെയിൽ ഓഫീസറിന്റെ ഡിസ്ക്രിഷൻ, വിവേചന അധികാരം അനുസരിച്ച് ബാധ്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുള്ള സമയം എന്ത് ചെയ്യാം? ഡിഗ്രി ഹോൾഡർക്ക് നീട്ടിക്കൊടുക്കാം. പറയുന്നുണ്ട്, the sale shall be by public auction to the highest bidder, provided that it shall be open to the sale officer to decline to accept the highest bid where the price offered appears to be unduly low for other reason, and provided also that the registrar or sale officer may in his discretion adjourn the sale to a specified day and our record his reason for such adjournment. അപ്പം പബ്ലിക് ഓപ്ഷനിലൂടെ വേണം, പൊതുലേലത്തിലൂടെ വേണം ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വിൽക്കാൻ. അതില് ഹയസ്റ്റ് ബിഡർ ആരാണോ, ഏറ്റവും ഉയർന്ന തുക ആരാണോ വിളിച്ചത്, അയാൾക്കാണ് ലേലം ഉറപ്പിച്ചു കൊടുക്കേണ്ടത്. എന്നാൽ ആ ഹയസ്റ്റ് ബിഡർക്ക് ലേലം റെഫ്യൂസ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? സെയിൽ ഓഫീസർക്കുണ്ട്. ലേലം ഉറപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. എങ്ങനെയാണെങ്കിൽ ആ ഹയസ്റ്റ് ബിഡ് എമൗണ്ട് എന്ന് പറയുന്നത്, ആ ഹയസ്റ്റ് ലേലത്തുക എന്ന് പറയുന്നത് ഈ സംഘത്തിന് കിട്ടാനുള്ള തുകയേക്കാൾ കുറവാണ് എങ്കിൽ എന്ത് ചെയ്യാം? ആ ബിഡ് ഉറപ്പിച്ചു കൊടുക്കേണ്ട കാര്യം, അല്ലെങ്കിൽ ആ സെയില് ഉറപ്പിച്ചു കൊടുക്കേണ്ട കാര്യം ഇല്ല. എന്ത് ചെയ്യാം? മറ്റൊരു ഡേറ്റിലേക്ക് ആ വിൽപ്പന നടപടികൾ അഡ്ജേൺ ചെയ്യാം, മാറ്റിവെക്കാം. അതിനുള്ള അധികാരം ആർക്കുണ്ട്? സെയിൽ ഓഫീസർക്കുണ്ട്. അപ്പൊ അങ്ങനെ മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ വിൽപ്പന മാറ്റിവെക്കുന്നത് എന്ന കാര്യം കൃത്യമായിട്ട് ആര് റെക്കോർഡ് ചെയ്യണം? സെയിൽ ഓഫീസർ റെക്കോർഡ് ചെയ്യണം. ഇതാണ് ആ നിയമ നടപടി. എന്തുകൊണ്ട് ഇത് മാറ്റിവെക്കുന്നു ആ കാര്യം എന്ത് ചെയ്യണം? സെയിൽ ഓഫീസർ റെക്കോർഡ് ചെയ്യണം. പറയുന്നുണ്ട്, where a sale is so adjourned for a longer period than 7 days, 7 ദിവസത്തിൽ കൂടുതൽ കാലയളവിലേക്ക് സെയില് മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ എന്താണ് പറഞ്ഞത്? എ ഫ്രഷ് പ്രൊക്ലമേഷൻ അണ്ടർ ക്ലോസ് ഇ ഷാൽ ബി മെയ്ഡ്. ഒരു പുതിയ വിളംബരം, സെയിൽ പ്രൊക്ലമേഷൻ പുറപ്പെടുവിക്കണം. 7 ദിവസത്തിൽ കൂടുതൽ ഈ പറഞ്ഞ പോലെ വിൽപ്പന നടപടികൾ അഡ്ജേൺ ചെയ്താൽ. Unless the defaulter expresses his consent in writing to waive it, the sale shall be held after expiry of not less than 30 days calculated from the date on which notice of the proclamation was affixed in the office of the registrar, taluk office and the society office, whichever is later. വിൽപ്പന നടക്കുന്ന എപ്പോൾ? നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു, വിൽപ്പന നടക്കുന്ന കാര്യത്തെ സംബന്ധിക്കുന്ന ഒരു നോട്ടീസ് ഓഫ് പ്രൊക്ലമേഷൻ രജിസ്ട്രാർ ഓഫീസിലും താലൂക്ക് ഓഫീസിലും തഹസീൽദാർ ഓഫീസിലും സംഘത്തിന്റെ ഓഫീസിന്റെ നോട്ടീസ് ബോർഡിൽ എന്ത് ചെയ്യണം? പ്രസിദ്ധപ്പെടുത്തണം. അപ്പൊ എന്നാണ് ഇത് പ്രസിദ്ധപ്പെടുത്തിയത് അത് മുതൽ ഒരു 30 ദിവസത്തിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? വിൽപ്പന നടത്താൻ പാടുള്ളൂ. എത്രയാണ്? 30 days. നോട്ട് ലെസ് ദാൻ 30 days. ചുരുങ്ങിയത് 30 ദിവസം കഴിഞ്ഞാൽ മാത്രമേ വിൽപ്പന നടത്തുവാൻ പാടുള്ളൂ. ഓക്കെ. ദ ടൈം ആൻഡ് പ്ലേസ് ഓഫ് സെയിൽ ഷാൾ ബി ഫിക്സഡ് ബൈ ദ രജിസ്ട്രാർ. വിൽപ്പനയെ സംബന്ധിക്കുന്ന ടൈം, അതിന്റെ പ്ലേസ്, അതിന്റെ സമയം എവിടെ വെച്ചിട്ടാണ് വിൽപ്പന? ഷാൾ ബി ഫിക്സഡ് ബൈ ദ രജിസ്ട്രാർ. ആര് തീരുമാനിക്കും? രജിസ്ട്രാർ തീരുമാനിക്കും. ആൻഡ് പ്ലേസ് ഓഫ് സെയിൽ ഷാൾ ബി ദ വില്ലേജ് where the property to be sold is situated. വിൽപ്പന നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഏത് വില്ലേജിലാണോ സ്ഥിതി ചെയ്യുന്നത് ആ വില്ലേജോ അല്ലെങ്കിൽ ഓർ സച്ച് അഡ്ജോയിനിങ് പ്രോമിനന്റ് പ്ലേസ് പബ്ലിക് റിസോർട്ട് ആസ് മേ ബി ഫിക്സഡ് ബൈ ദ രജിസ്ട്രാർ. പൊതുജനങ്ങൾക്ക് എന്താ പറയുക, എത്തിപ്പെടാൻ പറ്റുന്ന മറ്റ് പബ്ലിക് പ്ലേസോ ആർക്ക് തീരുമാനിക്കാം? രജിസ്ട്രാർക്ക് തീരുമാനിക്കാം. എവിടെയാണ് ഇതിന്റെ വിൽപ്പന നടക്കുന്നത്? പബ്ലിക് ഓപ്ഷനിലൂടെ എവിടെ വെച്ചിട്ടാണ് ഇതിന്റെ വിൽപ്പന നടക്കുന്നത് ആർക്ക് തീരുമാനിക്കാം? രജിസ്ട്രാർക്ക് തീരുമാനിക്കാം. ഓക്കെ. പ്രൊവൈഡഡ് പറയുന്നത്, എന്നാൽ ഇൻ കേസ് വേർ ആൻ എൻകംപ്ലൻസ് സർട്ടിഫിക്കറ്റ് ഈസ് നോട്ട് ഒബ്റ്റെയിൻഡ്, ബാധ്യതാ സർട്ടിഫിക്കറ്റ് നേടിയെടുക്കാൻ പറ്റിയില്ല. നമ്മൾ പറഞ്ഞില്ലേ 13 വർഷത്തെ ബാധ്യതാ സർട്ടിഫിക്കറ്റ് വേണം. 100 രൂപയിൽ കൂടുതലുള്ള സെയിലാണ് ഡിഗ്രി ഹോൾഡർ ഉദ്ദേശിക്കുന്നതെങ്കിൽ. അപ്പൊ എന്താ പറഞ്ഞത്? 13 വർഷത്തെ ബാധ്യതാ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. കാര്യം എന്താ? ഓവിങ് ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ കണക്റ്റഡ് റെക്കോർഡ്സ് ആൻഡ് അഫിഡവിറ്റ് ഫ്രം ദ വില്ലേജ് ഓഫീസർ ഇൻ റിഗാർഡ് ടു ദ എൻകംബ്രൻസ് നോൺ ടു ഹിം സപ്പോർട്ടഡ് ബൈ എ സർട്ടിഫിക്കറ്റ് ഫ്രം ദ registration department that the encumbrance certificate cannot be granted
owing to the destruction of the connected records shall be accepted in the place of an encumbrance certificate. ഡിക്രി ഹോൾഡർക്ക് ബാധ്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറ്റിയില്ല. കാര്യം എന്താ പറഞ്ഞത്? വില്ലേജ് ഓഫീസിൽ അതുമായിട്ട് ബന്ധപ്പെട്ട രേഖകളില്ല എങ്കിൽ an affidavit from the village officer, വില്ലേജ് ഓഫീസറിന്റെ കയ്യിൽ നിന്നും ഒരു സത്യവാങ്മൂലം ഹാജരാക്കണം. ഏതുമായിട്ട് ബന്ധപ്പെട്ട്? ഈ ബാധ്യതാ സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട്. എന്താണ് അതിനകത്ത് പറയേണ്ടത്? in regard to the encumbrance known to him, supported by a certificate from the registration department that the encumbrance certificate cannot be granted. ബാധ്യതാ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം എന്താ? owing to the destruction of the connected records. ഈ പ്രോപ്പർട്ടിയെ സംബന്ധിക്കുന്ന രേഖകൾ അവൈലബിൾ അല്ല, അതുകൊണ്ട് ബാധ്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറ്റത്തില്ല എന്നുള്ള രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഒരു സർട്ടിഫിക്കറ്റും വില്ലേജ് ഓഫീസറിന്റെ അഫിഡവിറ്റും എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റിന് പകരമായിട്ട് പരിഗണിക്കണം എന്ന് നൽകിയാൽ അതെന്ത് ചെയ്യാം? പരിഗണിക്കാവുന്നതാണ്. ഓക്കെ, ദെൻ ക്ലോസ് ജി പറയുന്നുണ്ട് എ സം ഓഫ് മണി, ഇമ്പോർട്ടന്റ് ആണ്, എ സം ഓഫ് മണി equal to 15% of the price of the immovable property shall be deposited by the purchaser with the sale officer at the time of purchase. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എത്രയാണോ ആ പ്രോപ്പർട്ടിയുടെ യഥാർത്ഥ വില, അതിന്റെ 15% തുല്യമായ, അതിന്റെ ആക്ച്വൽ വിലയുടെ 15% തുല്യമായ തുക എന്ത് ചെയ്യണം? shall be deposited by the purchaser with the sale officer at the time of purchase. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ തുക സെയിൽ ഓഫീസറുടെ സമക്ഷം കെട്ടിവെക്കണം. ടോട്ടൽ വാല്യൂവിന്റെ 15%. and in default of such a deposit the property shall forthwith be resold. എന്താണ്? അങ്ങനെ അടച്ചില്ല എങ്കിൽ, 15% പർച്ചേസർ അടച്ചില്ല എങ്കിൽ ആ പ്രോപ്പർട്ടി എന്ത് ചെയ്യും? റീസോൾഡ് ചെയ്യും, പുനർലേലം ചെയ്യും. ഓക്കെ, അപ്പൊ ടോട്ടൽ വാല്യൂവിന്റെ 15% ആ ലേലം കൊള്ളുന്ന സമയത്ത് പർച്ചേസർ സെയിൽ ഓഫീസർ പക്ഷം കൊടുക്കേണ്ടത്. ഓക്കെ, ദെൻ പറയുന്നുണ്ട് പ്രൊവൈഡഡ് ദാറ്റ് where the decree holder is the purchaser and is entitled to set of the purchase money under clause K of the sale officer shall dispense with the requirements of this clause. എന്നാൽ ഡിക്രി ഹോൾഡർ സംഘം തന്നെയാണ് പർച്ചേസർ എങ്കിൽ, അതായത് ഈ പ്രോപ്പർട്ടി പബ്ലിക് ഓപ്ഷനിലൂടെ വിറ്റു, പക്ഷെ വാങ്ങിയത് സംഘം തന്നെയാണ്, കാര്യം മറ്റാരും വന്നില്ല, സംഘം തന്നെയാണ് വാങ്ങിയതെങ്കിൽ എന്താണ്? ഈ പർച്ചേസ് മണിയുടെ 15% കെട്ടിവെക്കണം എന്നുള്ള ആ ക്ലോസിൽ നിന്നും ഈ സംഘത്തിന് എന്ത് ചെയ്ത് കൊടുക്കാം? ഒഴിവാക്കി കൊടുക്കാം. അതിനുള്ള അധികാരം ആർക്കുണ്ട്? സെയിൽ ഓഫീസർക്കുണ്ട്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത് ക്ലോസ് എച്ചില്? ദ റിമൈൻഡർ ഓഫ് ദ പർച്ചേസ് മണി, നമ്മൾ പറഞ്ഞു ടോട്ടൽ പർച്ചേസ് വാല്യൂവിന്റെ 15% സെയിൽ ഓഫീസർ സമക്ഷം കൊടുക്കണം. ദ റിമൈൻഡർ ഓഫ് ദ പർച്ചേസ് മണി, അതിന്റെ ബാക്കി, ആൻഡ് ദ എമൗണ്ട് റിക്വയർഡ് ഫോർ ദ ജനറൽ സ്റ്റാമ്പ് ഫോർ ദ സർട്ടിഫിക്കറ്റ് അണ്ടർ സബ് റൂൾ 5 ഓഫ് റൂൾ 83. റൂള് 83 സബ് റൂൾ 5 പ്രകാരമുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടിക്കുള്ള എമൗണ്ട് ഷാൽ ബി പെയ്ഡ് വിത്തിൻ 15 days ഫ്രം ദ ഡേറ്റ് ഓഫ് സെയിൽ. വിൽപ്പന നടന്ന് 15 ദിവസത്തിനുള്ളിൽ പേ ചെയ്യണം. ഇതാണ് ബാക്കി തുക. ദ റിമൈൻഡർ ഓഫ് ദ പർച്ചേസ് മണി ആൻഡ് ദ എമൗണ്ട് റിക്വയർഡ് ഫോർ ദ ജനറൽ സ്റ്റാമ്പ്. റൂൾ 83 സബ് റൂൾ 5 പ്രകാരമുള്ള ബാക്കി തുക 15 സെയിൽ നടന്ന ഡേറ്റ് മുതൽ 15 ദിവസത്തിനകം കൊടുക്കണം. ഓക്കെ, പ്രൊവൈഡഡ് ദാറ്റ്, എന്നാൽ the time for payment of the cost of the stamp may for good and sufficient reason, സ്റ്റാമ്പ് പേപ്പറിനുള്ള ആ ഒരു തുക, അത് വാങ്ങുന്നതിനുള്ള തുക എന്താണ്? for good and sufficient reason be extended at the discretion of the registrar up to 30 days from the date of sale. ഒരു 30 ദിവസം വരെ എന്ത് ചെയ്യാം? രജിസ്ട്രാർക്ക് നീട്ടിക്കൊടുക്കാം. ഏത് ഡേറ്റ് മുതൽ? സെയിൽ നടന്ന ഡേറ്റ് മുതൽ 30 ദിവസം വരെ നീട്ടിക്കൊടുക്കാം. ഓക്കെ, അപ്പൊ അതിനുള്ള അധികാരം ആർക്കുണ്ട്? സ്റ്റാമ്പ് ഡ്യൂട്ടി മാത്രം, അല്ലാതെ ബാക്കിയുള്ളതല്ല, ബാക്കിയുള്ള എമൗണ്ട് അല്ല. ഓക്കെ, അതിനുള്ള അധികാരം ആർക്കുണ്ട്? രജിസ്ട്രാർക്കുണ്ട്. ദെൻ പ്രൊവൈഡഡ്, എന്നാൽ പ്രൊവൈഡഡ് ഫർദർ ദാറ്റ്, വീണ്ടും പറയുവാണ്, ഇൻ കാൽക്കുലേറ്റിംഗ് ദ എമൗണ്ട് ടു ബി പെയ്ഡ് അണ്ടർ ദിസ് റൂൾ ദ പർച്ചേസർ ഷാൾ ഹാവ് ദ അഡ്വാൻറ്റേജ് ഓഫ് എനി സെറ്റ് ഓഫ് ടു വിച്ച് ഹി മേ ബി എൻടൈറ്റിൽഡ് അണ്ടർ ക്ലോസ് കെ. അതായത് provided for the in calculating the amount to be paid under this rule,
ഈ റൂള് പ്രകാരം കൊടുക്കേണ്ട എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ the purchaser shall have the advantage of any set off to which he may be entitled under clause K. Clause K പ്രകാരമുള്ള സെറ്റ് ഓഫിന് തട്ടിക്കിഴിക്കലിന് പർച്ചേസർക്ക് അധികാരം ഉണ്ടായിരിക്കും. ക്ലോസ് കെ പ്രകാരമുള്ള തട്ടിക്കിഴിക്കലിന് ആർക്ക് അധികാരം ഉണ്ടായിരിക്കും? പർച്ചേസർക്ക് അധികാരം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ എന്താ ക്ലോസ് കെ എന്ന് പറയാം? Where the decree holder purchases the property, the purchase money and the amount due on the decree shall be set off against one another, and the sale officer shall enter up satisfaction of the decree in whole or in part accordingly. എന്നാണ് പറഞ്ഞത്, where the decree holder purchase the property, സംഘം തന്നെയാണ് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ the purchase money and the amount due on the decree shall be set off എന്നാണ്. വാങ്ങിയ വിലയും അതുപോലെ തന്നെ വിധി പ്രകാരം കൊടുക്കേണ്ട തുകയും പരസ്പരം എന്ത് ചെയ്യും? തട്ടിക്കിഴിക്കും. ആര് വാങ്ങിയതെങ്കിൽ? ഡിക്രി ഹോൾഡർ തന്നെയാണ് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്തതെങ്കിൽ. ആൻഡ് ദ സെയിൽ ഓഫീസർ ഷാൾ എൻറ്റർ അപ്പ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ ഡിക്രി ഇൻ ഹോൾ ഓർ ഇൻ പാർട്ട് അക്കോർഡിംഗ്ലി. അങ്ങനെ ആ വിധി പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ വിധി നടപ്പിലാക്കി എന്ന് ആര് സർട്ടിഫൈ ചെയ്യും? സെയിൽ ഓഫീസർ സർട്ടിഫൈ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഡിക്രി ഹോൾഡർ ആണ് വിധി ഈ പറഞ്ഞ പോലെ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്തെങ്കിൽ ആ ഡിക്രീന്മേൽ അടക്കാനുള്ള തുകയും വാങ്ങിയ പർച്ചേസ് മണിയും പരസ്പരം എന്ത് ചെയ്യും? സെറ്റ് ഓഫ് ചെയ്യും. ഇതാണ് നേരത്തെ പറഞ്ഞത് റൂൾ കെ പ്രകാരമുള്ള സബ് റൂൾ കെ പ്രകാരമുള്ള അഡ്വാൻറ്റേജ് എന്ത് ചെയ്യാം? ക്ലെയിം ചെയ്യാം ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. അതാണ് ഇവിടെ പറഞ്ഞത്. ഐ പറയുന്നുണ്ട് ഇൻ ഡിഫോൾട്ട് ഓഫ് പേയ്മെന്റ് വിത്തിൻ ദ പീരീഡ് മെൻഷൻഡ് ഇൻ ക്ലോസ് എച്ച്. ക്ലോസ് എച്ചിൽ പറഞ്ഞ സമയത്തിനുള്ളിൽ എമൗണ്ട് അടച്ചില്ല. ഏതാണ് ക്ലോസ് എച്ചിൽ പറഞ്ഞത്? സെയിൽ നടന്ന ഡേറ്റ് മുതൽ 15 ദിവസത്തേക്ക് എമൗണ്ട് അടച്ചില്ല എങ്കിൽ എന്താണ് മെൻഷൻഡ് ഇൻ ക്ലോസ് എച്ച്? ദ ഡെപ്പോസിറ്റ് മേ, if the registrar thinks fit, after defraying the expenses of the sale, be forfeited to the government. എന്താണ്? ആ നിക്ഷേപിച്ച 15% തുകയില്ലേ തുടക്കത്തില്, അത് എങ്ങോട്ട് കണ്ടുകെട്ടും? ഗവൺമെന്റിലേക്ക് കണ്ടുകെട്ടും. And the defaulting purchaser shall forfeit all claims to the property or any part of the sum for which it may subsequently be sold. ആ ഡിഫോൾട്ട് വരുത്തിയ പർച്ചേസർക്ക് പിന്നീട് ആ പ്രോപ്പർട്ടിന്മേലോ ദെൻ അതിനുശേഷം പ്രോപ്പർട്ടി പിന്നീട് ഉയർന്ന തുകക്ക് വിൽക്കുകയാണെങ്കിൽ പിന്നീട് വരുന്ന ആ എക്സസ് വരുന്ന തുകയിന്മേലോ ഈ പറഞ്ഞ പോലെ ആ ഡിഫോൾട്ട് വരുത്തിയ പർച്ചേസർക്ക് അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, എന്താണ് പറഞ്ഞത്? ഇൻ ഡിഫോൾട്ട് ഓഫ് പേയ്മെന്റ് വിത്തിൻ ദ പീരീഡ് മെൻഷൻഡ് ഇൻ ക്ലോസ് എച്ച്. ക്ലോസ് എച്ചിൽ പറഞ്ഞ സമയത്തിനുള്ളിൽ പേയ്മെന്റ് അടച്ചില്ല എങ്കിൽ the deposit may, if the registrar thinks fit, registrarക്ക് ഉചിതമെന്ന് തോന്നുന്ന പക്ഷം, after defraying the expenses of the sale, ആ വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെലവ് കുറച്ചതിന് ശേഷം ബാക്കി തുക എങ്ങോട്ട് കണ്ടുകെട്ടാം? ഗവൺമെന്റിലേക്ക് കണ്ടുകെട്ടാം. And the defaulting purchaser, വീഴ്ച വരുത്തിയ പർച്ചേസർക്ക് shall forfeit all claims to the property, പ്രോപ്പർട്ടിന്മേലുള്ള എല്ലാ ക്ലെയിംസും ഇല്ലാതാകും. or to any part of the sum for which it may subsequently be sold. ഈ പ്രോപ്പർട്ടി ഇതിനു ശേഷം വിറ്റാൽ ആ വിറ്റുകിട്ടുന്ന തുകയുടെ ഒരു ഭാഗത്തിന്മേലും ഈ ഡിഫോൾട്ട് വരുത്തിയ പർച്ചേസർക്ക് അധികാരം അല്ലെങ്കിൽ അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, ദെൻ ജയിൽ പറയുന്നുണ്ട് every resale of immovable property in default of payment of the amount mentioned in clause H within the period allowed for such payment shall be made after the issue for fresh proclamation in the manner and for the period herein before specified for the sale. പർച്ചേസർ ഡിഫോൾട്ട് വരുത്തിയത് കൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ആ ഒരു വിൽപ്പന നടക്കാത്തതെങ്കിൽ പിന്നീട് വിൽപ്പന നടത്തുന്നത് ഒരു പുതിയ പ്രൊക്ലമേഷനിലൂടെ വേണം. അതായത് ഡിഫോൾട്ട് പർച്ചേസർ ഡിഫോൾട്ട് വരുത്തിയത് കൊണ്ടാണ്, പറഞ്ഞ സമയത്തിനുള്ളിൽ പേയ്മെന്റ് കൊടുക്കാത്തത് കൊണ്ടാണ് ഒരു ലേലം അസ്ഥിരപ്പെട്ടതെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ലേലം അസാധുവായതെങ്കിൽ ഇനി പുനർലേലം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പുതിയ പ്രൊക്ലമേഷനിലൂടെ വേണം പുനർലേലം നടത്തുവാൻ വേണ്ടിയിട്ട്. അതെവിടെ പറയുന്നുണ്ട്? ജയിൽ പറയുന്നുണ്ട്. ദെൻ കെയിൽ പറയുന്ന കെയിൽ നമ്മൾ പോയിന്റ് പഠിച്ചതാണ്. ഡിക്രി ഹോൾഡർ തന്നെയാണ് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ
ഒരു ഡിക്രിയുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടാനുള്ള തുക, അതിന്റെ പലിശ, അതിന്റെ ചെലവ്, ഇതും പർച്ചേസ് മണിയുമായിട്ട് എന്ത് ചെയ്യാം? സെറ്റ് ഓഫ് ചെയ്യാം, തട്ടിക്കിഴിക്കാം. അതിനുള്ള അധികാരം ആർക്കുണ്ട്? സെയിൽ ഓഫീസർക്കുണ്ട്. ഓക്കെ. ദെൻ എൽ പറയുന്നുണ്ട് where prior to the date fixed for a sale, വിൽപ്പനക്ക് വേണ്ടിയിട്ട് നിശ്ചയിച്ചിട്ടുള്ള ഡേറ്റിന് മുൻപ്. where prior to the date fixed for a sale, വിൽപ്പനക്ക് വേണ്ടിയിട്ട് നിശ്ചയിച്ചിട്ടുള്ള ഡേറ്റിന് മുമ്പ് the defaulter or any person acting on his behalf, വീഴ്ച വരുത്തിയ വ്യക്തിയോ അയാൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന മറ്റേതെങ്കിലും വ്യക്തിയോ or any person claiming an interest in the property sought to be sold, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിക്ക് ഈ പ്രോപ്പർട്ടിന്മേൽ അവകാശവാദം ഉണ്ട് എന്ന് ഉന്നയിക്കുന്ന മറ്റേതെങ്കിലും വ്യക്തിയോ 10 days payment of the full amount due together with interest, VAT and other expenses incurred in bringing the property to sale, ആ പ്രോപ്പർട്ടി വിൽപ്പനക്ക് കൊണ്ടുവരുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ എല്ലാ ചെലവും, ആക്ച്വൽ എമൗണ്ട് ഡ്യൂ, അതിന്റെ ഇൻട്രസ്റ്റ്, അതിന്റെ മറ്റു കോസ്റ്റുകള്, ബാറ്റ, ഇതുൾപ്പെടെയുള്ള ബാക്കിയുള്ള എല്ലാ തുകയും കൊടുക്കാൻ ആ ഡിഫോൾട്ടറോ അദ്ദേഹത്തിന്റെ ഏജന്റിനോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിന്മേൽ അവകാശവാദം ഉണ്ട് എന്ന് ഉന്നയിക്കുന്ന മറ്റു വ്യക്തിക്കോ സാധിച്ചാൽ സെയിലിന് മുമ്പ് എന്താണ്? The sale officer shall forthwith lease the property after cancelling the order of attachment if any in force. സെയിൽ ഓഫീസർക്ക് ആ ജപ്തി നടപടി മരവിപ്പിക്കാനും ആ പ്രോപ്പർട്ടി അതിന്റെ ആരാണോ എമൗണ്ട് സെറ്റിൽ ചെയ്യുന്നത് അയാൾക്ക് ലീസ് ചെയ്ത് കൊടുക്കാനുള്ള അധികാരവും ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ ഇത്രയും നടപടിക്രമങ്ങളാണ് ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ അറ്റാച്ച്മെന്റ് ആൻഡ് സെയിലുമായിട്ട് ബന്ധപ്പെട്ട് പാലിച്ചിരിക്കേണ്ടത്. ഈ നടപടികൾ കൃത്യമായി പാലിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? അറ്റാച്ച്മെന്റ് നടത്താൻ. അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ് ഉണ്ട്. ഒന്ന്, രജിസ്ട്രാർ ഓഫീസിലോ തഹസിൽദാർ ഓഫീസിലോ സൊസൈറ്റിയുടെ നോട്ടീസ് ബോർഡിലോ സെയിൽ പ്രൊക്ലമേഷൻ പതിപ്പിച്ച് 30 ദിവസം കഴിഞ്ഞ് വേണം വിൽപ്പന നടത്താൻ. 2, വിൽപ്പന നടന്നു കഴിഞ്ഞാൽ അതിന്റെ 15% കോസ്റ്റ് അപ്പോൾ തന്നെ എന്ത് ചെയ്യണം? സെയിൽ ഓഫീസർ സമക്ഷം കൊടുക്കണം. ബാക്കി തുക 15 ദിവസത്തിന് കൊടുക്കണം. ദെൻ അങ്ങനെ കൊടുക്കാത്ത പക്ഷം ആ വിൽപ്പന അസ്ഥിരപ്പെടുന്നതാണ്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് റൂള് 81 പറയാനുള്ളത്. അപ്പൊ ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ കൃത്യമായിട്ട് കേൾക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.